രാഗമധുരത്തിന് കൂട്ടായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് MJ അങ്കിൾ, ബിന്നി ആന്റി, റിമി ചേച്ചി. കുഞ്ഞു പാട്ടിന്റെ പ്രിയ വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം വേദിക. വെൽക്കം വേദിക കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് വേദിക. ഹായ് വിന്നി ആന്റി. ഹൗ ആർ യു? എന്താ ഹൗ ആർ യു? എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്തോ ഒരു കുഴപ്പമുണ്ട് ചേട്ടാ, ഞാൻ എന്റെ പിള്ളേരൊക്കെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ഉറങ്ങുമ്പോഴേ സാധാരണയായിട്ട് ഈ സീറ്റ് കുഴപ്പമില്ലാത്തൊരു സീറ്റാ. ഞാനൊരു 4-5 വർഷമായിട്ട് ഇരിക്കുന്ന ഈ ഇരുത്തിയപ്പോ കുഴപ്പമായി. ഇനി ഞാൻ അങ്ങോട്ട് ഇരുന്ന പ്രശ്നമാവുന്നു. വേണ്ട വേണ്ട, അവിടെ തന്നെ ഇരുന്നു. ചേട്ടാ, ഒരാളോട് ഹൗ ആർ യു എന്ന് ചോദിക്കാൻ പാടില്ലേ? അതിന്റെ ടോണാണ് ഹൗ ആർ യു. അതെന്താ വെച്ചാൽ ഇങ്ങനെയാ ഞാൻ എല്ലാ പിള്ളേരോടും ചോദിക്കണം. അത് ചേച്ചിയുടെ ഒരു ഇതാണ്, ഒരു ബ്രാൻഡാണ്. എന്നോടും അങ്ങനെയാ പിന്നെ മോളെ സ്ഥലം എവിടാന്ന് പറഞ്ഞേ? പാലാരിവട്ടം. ഓ, ഇവിടെ തന്നെ. അവിടെ തന്നെ. പാലാരിവട്ടം. ഓക്കെ. ഹായ് ചക്രേ. ഹായ്. ഞാൻ ഓഡീഷനിലൊന്നും കണ്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം കാണുവാണ്. നന്നായി പാടണം കേട്ടോ. താങ്ക് യു. സെലക്ഷൻ ഒക്കെ കിട്ടിയില്ലേ? അതെ, സെലക്ഷൻ കിട്ടി. പിള്ളേർക്കൊക്കെ ചെലവ് ചോദിച്ചു. എന്താണ് വീട്ടിൽ അടുത്തുള്ളവർക്കൊക്കെ എന്താ ചെലവ് ചെയ്ത്? അതെ, അതൊക്കെ പറ. ചെലവൊന്നും ചോദിച്ചിട്ടില്ല. മാറ്റി ലവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞോ. പുതിയ പുതിയ സാധനങ്ങളാണ്. സെലക്ഷൻ കിട്ടിയപ്പോ എല്ലാവരോട് കൺഗ്രാറ്റ്സ്, ഓൾ ദ ബെസ്റ്റ്. സെലക്ഷൻ ലിസ്റ്റിൽ കിട്ടണം എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നു. അങ്ങനെയൊക്കെ എന്നോട്. ഇനി നമുക്കൊരു കാര്യം കാണാം. പാലാരിവട്ടത്തൊരു വലിയ പോസ്റ്റർ. ശരി, അപ്പൊ ഏത് പാട്ടാ പാടുന്നത്? വാർമഴവില്ലേ. വാർമഴവില്ലേ, ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ ആരാണ് മ്യൂസിക്, ആരാണ് എഴുതിയത്? മ്യൂസിക് രവീന്ദ്രൻ മാസ്റ്റർ, ലിറിക്സ് വയലാർ ശരത്ചന്ദ്രവർമ്മ സർ, പാടിയത് ചിത്രാമ്മ. ഓൾ ദി ബെസ്റ്റ്. എഴുതും കവിതേ വ്യോമസുരാംഗന മുടിയിൽ ചൂടും മലരേ നിമിഷമാരോന്ന കൊഴിയുന്ന നേരം നിമിഷമാരോന്ന കൊഴിയുന്ന നേരം വിളറും മുഖമോ അകലേ വാർമഴവില്ലേ ഏഴ
തിരയും അഴകേ ദേവി വസുന്ധര നിലവിൽ നിനയും കുളിരേ പകലകലുമ്പോൾ അറിയുന്നുവോ നീ പകലകലുമ്പോൾ അറിയുന്നുവോ നീ വിരഹം വിധിയായി അരികെ മാർമഴവില്ലേ ഏഴഴകെല്ലാം നീലാംബരത്തിൽ മാഞ്ഞുവല്ലേ നിരാലംബയായി നീ മാറിയില്ലേ ചൈതന്യമായി നിന്ന സൂര്യനോ ദൂരെ ദൂരെ പോകയോ വാർമഴവില്ലേ ഏഴഴകില്ല നീലാംബരത്തിൽ മാഞ്ഞുവല്ലേ. വേദിക, Yes. മോള് പാട്ട് നന്നായിട്ട് പഠിച്ചായിരുന്നു. അത് ചില സ്ഥലത്ത് കുറച്ച് ഡൗട്ട് എല്ലാം ഉണ്ടായിരുന്നു. അത് clear ചെയ്തില്ല. ഏത് സമയത്ത് വേണമെങ്കിലും പോവും. അതാ അതങ്ങനെ പറയരുത് മോളെ. അല്ല, ഏത് നിമിഷവും അതായത് ഇപ്പൊ ഒരു ഗാനമേളയ്ക്ക് പോകുന്ന സംശയം ഏത് നിമിഷമായാലും ഏത് സമയത്തായാലും ഇപ്പൊ നമ്മളൊരു പാട്ട് പാടാൻ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് പറയാം. ഓക്കെ ആണ്, പക്ഷെ ഏത് സമയത്തും എന്റെ അനുബന്ധിയുടെ രണ്ടാമത്തെ ലൈനും ചരണത്തിന്റെ മൂന്നാമത്തെയും നാലാമത്തെ ലൈനും പോകാൻ സാധ്യത. നമ്മളൊരു പാട്ട് പാടുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പാടണം. അങ്ങനെ ഒരു വേദിയാണിത്. മോളിന്ന് പാടിയതിൽ ഓക്കെ എന്നേ പറയാനുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഏതോ 2-3 സ്ഥലങ്ങൾ ശ്യാമളസുന്ദര മിഴികൾ തിരിയും അഴകെ ആ ഒരു പോർഷൻസ് ഒക്കെ നല്ല സുഖമുണ്ട് കേൾക്കാൻ, നല്ല ശബ്ദ സൗകുമാര്യമുണ്ട് കേൾക്കാൻ. പക്ഷേ ഇതിനകത്ത് പാടിയിട്ടുള്ള ഒരുപാട് ഇതിൻ്റെ സംഗതികളുണ്ട്. സംഗതികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ കൊച്ചു കൊച്ചു നോട്ട്സും നൊട്ടേഷൻസും ഇങ്ങനെ മാറിയും തിരിഞ്ഞും. അതായത് വാർമഴവില്ലേ പഠിക്കേ മാർമഴവില്ലേ ആ വില്ലേല് വാർമഴവില്ലേ മാർമഴവില്ലേ ആ അടുത്ത ഏഴഴകെല്ലാം ആ നീലാംബരത്തിൽ നീലാംബരത്തിൽ മാഞ്ഞുവല്ലേ ആ നൊട്ടേഷൻസ് ശരിയല്ല കേട്ടോ. കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. അത് രവീന്ദ്രൻ മാഷ് അത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയ സംഗതികളൊന്നുമില്ല, എന്നാൽ വളരെ തൊട്ടു തൊടാത്ത സംഗതികളാണ്. അതുപോലെ മോളുടെ 2 വോയിസ് വരുന്നുണ്ട് പാടുന്നതിൽ. അതായത് പകലണയുമ്പോൾ ഒരു വോയിസാണ്, അറിയുന്നുവോ നീ വേറൊരു വോയിസാണ്. അപ്പൊ നമുക്ക് വി ഷുഡ് കീപ്പ് ഓൺ ഇൻ 1 വോയിസ്. ഒറ്റ വോയിസിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ആ ചേഞ്ച് ഓവർ അറിയരുത്. നമ്മൾ വോയിസ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇപ്പം മോളൊന്ന് പാടിക്കുക. പകലകലുമ്പോൾ ദൈവതം ഈ പകൽ അകലുമ്പോൾ എന്നുള്ള അതേ വോയിസിൽ പാടും. അടുത്തത് അവിടെ അറിയുന്നു ഇങ്ങനെ ഒരു വോയിസ് വരുന്നു. പകലലയുമ്പോൾ അറിയുന്നു, അങ്ങനെ ഷിഫ്റ്റ് വരുന്നു വോയിസ്. അത് അറിയരുത്, അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഈ പാട്ട് പൂർണ്ണമായിട്ട് മോള് മനസ്സിലോട്ട് കയറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു സെലക്ഷനാണ്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ശബ്ദവും നല്ല സുഖമുണ്ട്, ആ ബേസ് റേഞ്ച്. പക്ഷേ ഷിഫ്റ്റ് ചെയ്യുന്നത് കുറച്ച് ആട്ടമുണ്ട്. അത് നമ്മൾ നോക്കണം, കാരണം ഇതൊരു വലിയ വേദിയാണ്. കിട്ടിയത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശരിയായിക്കൊള്ളൂ. ഓൾ ദി ബെസ്റ്റ്. മോളെ, ചേട്ടൻ പറഞ്ഞ മെയിനായിട്ട് ഈ ട്രാൻസിഷൻ, വോയിസ് ട്രാൻസിഷൻ, അതാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മോള് പാടുമ്പോൾ ഇപ്പം പകലകലുമ്പോൾ അത്രയും ഉറച്ചത് പാടണ്ട. പകലകലുമ്പോൾ എന്ന ആ
കൊടുക്കുന്നത് തുടങ്ങുമ്പോൾ തന്നെ മോള് ഫുൾ എനർജി അതിനിട്ട് കൊടുത്തേക്കുക ഓപ്പൺ ആയിട്ട് അവിടെ തുടങ്ങുന്നത് അത് രണ്ടും ഒരേ വോയിസ് ആയിരിക്കണം. അത് മോള് കൊടുക്കുന്നത് പകലകലും ഇത്രയും വലിയൊരു ഒച്ച കൊടുത്തിട്ട് അറിയുന്നിതെന്ന് കൊടുക്കുന്നു. അപ്പോൾ അത് രണ്ടും അപ്പം അത് പോകാതിരിക്കാൻ മോൾ ആ അറിയുന്നതിൻ്റെ അതേ വോയിസ് ഈ പകലകലമ്പോൾ കൊടുത്താൽ മതി. അതാണ് ഇതിനകത്തെ മെയിൻ പ്രശ്നം. പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ഏത് ശ്രുതിക്കാ പാടുന്ന മോള്? മെയിൻലി ഏലാ പാടുന്നത്. അപ്പം മോള് ആ പാട്ടും നമ്മൾ ഇത് കർണാട്ടിക്കിനൊന്ന്, ലൈറ്റിനൊന്ന്, അറബിക്ക് അങ്ങനെ നമ്മൾ നോക്കണ്ട. കാരണം നമ്മുടെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇപ്പോൾ ഇപ്പം നിങ്ങൾ പാടുന്ന ഫിലിം മ്യൂസിക് ഇതെല്ലാത്തിലും ഒരു രാഗമുണ്ടായിരിക്കും. പ്രത്യേകിച്ച് പഴയ പാട്ട് മുഴുവനൊരു രാഗത്തിൽ അധിഷ്ഠിതമായിരിക്കും. അതിനൊരു സ്വരങ്ങൾ അതൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ശാസ്ത്രീയ സംഗീതത്തിന് അങ്ങനെ പാടണം, ഇതിനിങ്ങനെ പാടണം, അങ്ങനെ ഇല്ല മോളെ. എല്ലാം നമ്മളുടെ കംഫർട്ടാ. ശ്രുതി അത് നമ്മുടെ കംഫർട്ടാ, പാടുന്നത് അത് നമ്മളുടെ കംഫർട്ടാ. പകലകലുമ്പോൾ എന്ന് കൊടുത്താൽ മതി. എല്ലാം നീലാംബര അതിനൊക്കെ ഒരു ഭാവം വേണം. മാഞ്ഞുവല്ലേ ഇതൊക്കെ കൊടുക്കണം. മോള് നീലാംബരത്തിൻ മാഞ്ഞുവല്ലേ എന്ന പാടണം. നീലാംബര അവിടെ ഒരു ചെറിയ ക്രസൻറ്റോ ഡിസെൻറ്റോ അങ്ങനെയൊക്കെയുള്ള സംഭവം കൊടുത്താൽ മോൾക്ക് നന്നായിട്ട് പാടാൻ പറ്റും. ഓക്കെ കേട്ടോ? രവീന്ദ്ര മാഷിന്റെ തന്നെ മറ്റേ ഈ അറിയോ പാട്ടൊന്ന് പാടാൻ വരും. പ്രേമോദാരനായി അണയോ നാഥ, അഴയോ നാഥ, പനിനിലാവലയിലൊഴുകുമി അലകരാസരാത്രി ലയപൂർണമായിതാ പ്രേമോദാരനായി അഴയോ നാഥ. ഇതുപോലെ തന്നെ വിദ്യാസാഗർ സാർ ചെയ്തൊരു പാട്ടുണ്ട്. ഒരു തെനവയൽ വളഞ്ഞിട്ട് കൈ തൊട്ട് കതിർ മഴ പൊഴിഞ്ഞിട്ട് പൈ മുറ്റം പവിഴം കൊണ്ടലക്കിട്ട് പോയി മുളനാഴിക്കൂട്ടിലെ കിളിയെവിടെ മുയലമ്മയ്ക്കുള്ളൊരു കൊമ്പെവിടെ കരിഞ്ഞണ്ടിനുണ്ടായ വാലെവിടെ വരനുണ്ട് നല്ല കാലം മമട്ട് കൊടുകി മമ്മട്ട് കൊടുകി ഹായ് മമട്ട് കൊടുകി മമ്മട്ട് കൊടുകി ഹായ്. കൈ ഒരു തെനവയൽ വളഞ്ഞിട്ട് കൈ തൊട്ട് കതിർ മഴ പൊഴിഞ്ഞിട്ട് പൈ മുറ്റം പവിഴം കൊണ്ടലക്കിട്ട് പോയി. ഇതിലൂടെ തന്നെയൊക്കെ പറയല്ലേ മോളെ, ആ രാഗത്തിന്റെ എന്തെല്ലാം വെറൈറ്റി പാട്ടുകളിലൂടെയാണ് നമ്മൾ പോയത്. ഈ മോളെ ഇതിക്കുള്ളൊന്നും പറയാനില്ല, നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തന്നില്ലേ അല്ലേ? കേട്ടോ, ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇനി പോകെ ഒരു ക്ലാസ് ചേർന്നിരിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ടോപ്പ് സിംഗർ എന്നൊരു ക്ലാസ്സിൽ മോള് ചേർന്നിരിക്കുകയാണ്. പോകെ ഒരുപാട് വലിയൊരു നല്ല സിംഗറായി വരും. ഷുവറായിട്ടും നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് മോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഒരുപാട് സപ്പോർട്ടും ഒരുപാട് ഓഡിയൻസിന്റെ സ്നേഹവും ഒക്കെ കിട്ടാൻ പോവുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. So we are giving you 89 out of 100. ആടി ഒരു മിഴി രണ്ടിലും പൂക്കുറ്റി. All the best. താങ്ക് യു. Bye. കുസൃതിക്കൂട്ടിൽ നിന്നും നമ്മുടെ സ്വന്തം തപസ്സിക്കുട്ടി എത്തുന്നു. വെൽക്കം തപസ്സിക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ തപസ്സുകുട്ടി, തപസ്സൊക്കെ കഴിഞ്ഞോ? അടുത്തയാള് ആ ഓക്കെ നമ്മൾ ചോദിച്ചത് അങ്ങ് തിരിച്ചെടുത്തു. തപസ്സി. ഓക്കെ, തപസ്സി എവിടുന്നാ വരുന്നേ? ബേക്കല്, കാസർഗോഡ്. ഓ, അന്ന് എന്റെ ഗാനമേളയുടെ മുമ്പിൽ ഇരിപ്പുണ്ടായിരുന്നല്ലേ? ആ ചാക്കരെ ഹലോ, എനിക്ക് ഒത്തിരി ഇഷ്ടാട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്.
ബേക്കൽ വന്നപ്പം ഞാനും കണ്ടിട്ടുണ്ട്. നാവ് ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് ബീച്ചിൽ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ കൂടെ. ബ്ലാക്ക് അല്ലേ? ഞാൻ ബ്ലാക്ക് തന്നെ. ആണല്ലേ? എന്നെ കണ്ടപ്പോ റെഡ് ആയിരുന്നോ? റെഡ് അല്ലായിരുന്നല്ലോ. അയ്യോ, ബ്ലാക്ക് തന്നെയാ. ബ്ലാക്ക് ബ്ലാക്ക് തന്നെയായിരുന്നു അപ്പോഴും. പുതിയ പാട്ട് ഇപ്പൊ പഠിച്ച വല്ല പാട്ട് ഓർമ്മയുണ്ടോ ഇപ്പൊ പാടാൻ പോണേ? ഏത് പാട്ടാ പാടുന്നത്? ഇന്നെന്റെ കരളിയിലെ. അപ്പൊ മോളെ പാടാൻ നോക്ക്. ആ. വേറൊന്നും ഇല്ലല്ലോ. ഇല്ല. കുഞ്ഞു പാടിക്കോട്ടാന്ന് ഇടാൻ പറയും. മ്യൂസിക് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാരപ്പനന്തത്ത പറന്നു വന്നു. ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാരപ്പനന്തത്ത പറന്നു വന്നു. പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയില്ല, ഓടക്കുഴലും കൊണ്ടോടി വന്നു. പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയില്ല, ഓടക്കുഴലും കൊണ്ടോടി വന്നു. എന്നെ തേടിക്കൊണ്ട് എന്റെ മുന്നിലോടി വന്നു. എന്നെ തേടിക്കൊണ്ട് എന്റെ മുന്നിലോടി വന്നു. ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാരപ്പനന്തത്ത പറന്നു വന്നു. പുത്തനാം കിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തമ്മയ്ക്കതു ഞാനും കാഴ്ച വെച്ചു. പുത്തനാം കിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തമ്മയ്ക്കതു ഞാനും കാഴ്ച വെച്ചു. എന്റെ തത്തമ്മയ്ക്കതു ഞാനും കാഴ്ച വെച്ചു. കതിരൊക്കെ കിളി തിന്നാൽ പതിരൊക്കെ ഞാൻ തിന്നാൽ മതി എന്റെ കൽബിലെപ്പോൾ ആനന്ദം. കതിരൊക്കെ കിളി തിന്നാൽ പതിരൊക്കെ ഞാൻ തിന്നാൽ മതി എന്റെ കൽബിലെപ്പോൾ ആനന്ദം. അത് മതി എന്റെ കൽബിലെപ്പോൾ ആനന്ദം. ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാരപ്പനന്തത്ത പറന്നു വന്നു. ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു. ഒരു പഞ്ചാരപ്പനന്തത്ത പറന്നു വന്നു. ആഹാ, ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പറായിട്ടാ. തപസി, തപസി നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു. ആരാ ഈ പാട്ട് സെലക്ട് ചെയ്ത മൂക്ക്? അമ്മ. അമ്മ. അമ്മയുടെ പേരെന്തോ? രഹന. രഹന. അച്ഛന്റെ പേരോ? പ്രത്യുഷ്. പ്രത്യൂഷ്. ആ, അതെങ്ങനെ അറിയാം പ്രത്യൂഷ്? അത് എഴുതിയിട്ടുണ്ട്, താപസി പ്രത്യുഷ്. ഞാനും ഓർത്ത് ചേച്ചി ആ, അതെങ്ങനെയാണ് ഈ അറിയാവുന്ന? അപ്പൊ അമ്മ സെലക്ട് ചെയ്ത പാട്ടാണ് അല്ലേ? നല്ല സെലക്ഷനാണ്. മോള് നന്നായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. ഈ പാട്ട് ഇവർ രണ്ടുപേരും കൊണ്ട് നേരത്തെ പാടിയിട്ടുണ്ട് ഇവിടെ. ചേച്ചിയും ഈ ചേച്ചിയും. ഓ, കേക്കണോ? വേണ്ടല്ലോ. വേണ്ട. അശ്വതി ഒരു രണ്ടുപേരും പാടും. ആ, ഇന്നെന്റെ നീ കരളിലെ, ഒരുമിച്ച് പറടാ. ഇങ്ങോട്ട് പാടുക. പാടണോ? നിർബന്ധാണോ? ഇന്നെന്റെ 3 start. കരളിലെ ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു. പൊന്നണി പാടത്തൊരു. അത്ര സ്പീഡാക്കാതെ കുട്ടി, പതുക്കെ. പൊന്നണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പുന്നാരപ്പനന്തത്ത് പറന്നു വന്നു.
പറന്നു വന്നു ഒരു പഞ്ചാര പനന്തത്ത ഒരു പഞ്ചാര പനന്തത്ത് പറന്നു വന്നു. അയ്യോ പാടശ്രുതി നീ കൈയടിക്കാതെ പഞ്ചാര പനന്തത്ത പറന്നു വന്നു. പഞ്ചാര പനന്തത്ത് പറന്നു വന്നു പറന്നു വന്നു. പറന്നു വന്നു ആ, ആ, വരട്ടെ. എത്തില്ല. നോ. പറന്നു വന്നു ആ, മതി മതി മതി. കേട്ടോ എന്നാലും പാടിയല്ലോ. ആ ആ, ഏകദേശം അതിന്റെ മീനുനെ കൊണ്ട് പഠിപ്പിക്കേ എന്നെ കൊണ്ട് പാടിപ്പിക്കാൻ മീനൂട്ടി സീസണില്ലേ മകപ്പ മകസ അത് മതി. മകപ്പ മകസ അത് മാത്രം പാടിയാ മതി. അതെ പിന്നീട് ഞാൻ പാടിത്തരും. ആ ഇപ്പൊ പാടണം. പാട് ഇപ്പോഴല്ല പാടാൻ പറയും പാടാൻ എനിക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും പനിയാ പിന്നെ ഞാൻ അറിഞ്ഞില്ലേ അതുകൊണ്ട് എനിക്ക് തൊണ്ടയുടെ ആവശ്യമില്ല. അത് മീനുട്ടി കലക്കി. അതുകൊണ്ട് ഞാൻ പാടില്ല. നോക്ക് താപസി പ്രത്യുഷ് നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞിനെ കണ്ടോണ്ട് അത് കേട്ട് നല്ല രസമുണ്ട്. അല്ല ആ ഷൂ ഒക്കെ എന്ത് രസമാണ് തിളങ്ങുന്ന അല്ലേ? തിളങ്ങുന്ന ഷൂ, തിളങ്ങുന്ന വാച്ച്, ഹെയർ ബാൻഡ്, എന്താണ് എല്ലാം നല്ല മാച്ചിങ് അല്ലേ? ഈ പാട്ട് പഠിക്കാൻ എത്ര നേരം എടുത്തു? ഇന്ന് തന്നു ആ. തന്നു ആ എപ്പോഴെങ്കിലും തന്നു എപ്പോഴെങ്കിലും പഠിച്ചു? പഠിച്ചു. ആ മിടിക്കുക. അത്രേ ഉള്ളൂ ഒരു ദിവസം. ഒരു ദിവസം കൊണ്ട് പഠിച്ചു. അപ്പൊ മിടിക്കുക കേട്ടോ. അപ്പൊ ഇനി ഇതുപോലെ നല്ല പാട്ടുകൾ പഠിച്ച് ഞങ്ങളെ പാടി കേൾപ്പിക്കട്ടോ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ലിറ്റിൽ ഏഞ്ചൽ, ഏയ് ലിറ്റിൽ ഏഞ്ചൽ, ഹൈ. താപസി, എനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇങ്ങനെ ഈ ഷോർട്സ് പോലത്തെ കുഞ്ഞു നിക്കർ ഇടുന്ന എന്ത് രസാന്നറിയാ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന, ആ നിക്കർ പോലത്തെ ഡ്രസ്സ് ഇടുന്ന ഭയങ്കര രസാ കാണാൻ. എനിക്ക് ഇത് കാണുമ്പോ ഇടണം നമുക്ക് അല്ലേ? നമ്മൾ പക്ഷെ അല്ല ഇടില്ല ചേട്ടാ, ഇടില്ല. അല്ല ചേച്ചി അങ്ങ് ഇടി ചേച്ചി. അങ്ങയുടെ പിന്നെയാണ് ഇല്ല എന്റെ കൃഷ്ണൻ കൃഷ്ണേട്ടനുള്ളപ്പോ ഇടാലോ. ഞാൻ ഇവിടെ ഇത് ശശി ചേട്ടൻ ചിരിച്ചോ, പക്ഷെ വീഴുമ്പോ മറ്റേ ബെറനി ചേട്ടൻ തലയിലോട്ട് വീഴരുത്. അല്ല വെളിനാട്ടിലൊക്കെ പോകുമ്പോ ഇട്ടോ. ഇവിടെ ഇല്ല എല്ലാരും ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കുള്ളൂ. അവിടെ ആരും നോക്കാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി നോക്കിയതേ താപസിക്കുട്ടി, ഇങ്ങോട്ട് നോക്കിയേ. ഇനി അടുത്ത പാട്ട് സൂപ്പറാക്കി ഇതേപോലെ പഠിച്ചിട്ട് വരുവോ? വരണേ, എനിക്ക് കാണാൻ കൊതിയാവുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും ഇതുപോലെ. ഇതേ സാരിയിൽ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. താമസി എവിടെ? നീ ഇങ്ങനെ തപസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ ഇനി തന്നെ മോള് ഇങ്ങനെ അടുത്ത ഇരിക്കും. ഷൂട്ടിന് വരുന്ന പാടുന്നവരെ ഇവിടെ കേട്ടാ, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. വേഗം വരണേ. നീ പെട്ടെന്ന് വരുമോ അടുത്ത പാട്ടുമായിട്ട്? ആ ശരി, ഓക്കെ, ബൈ. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ തപസ്സക്കുരി. ഓക്കേ, ടാറ്റാ, see you. ടോപ്പ് സിംഗറിന്റെ പാട്ടുവേദിയിലേക്ക് തിരുവനന്തപുരത്തിന്റെ അഭിമാനമായിട്ടുള്ള സൂര്യക്കുട്ടി എത്തുന്നു. സോ ലെറ്റ്സ് വെൽക്കം സൂര്യ ഗായത്രി ഓൺ സ്റ്റേജ്. സൂര്യക്കുട്ടി, ഹലോ ഹലോ. സൂര്യ ഗായത്രി. ആ ഒരു ഫിലിമിന്റെ പേരല്ലേ? സൂര്യഗായത്രി എന്റെ അമ്മ. ആ മോളെ, മോളുടെ പേരിൽ ഏതെങ്കിലും സിനിമയുണ്ടോ? ഉണ്ട് ഉണ്ട്. ഏതാ? ഇപ്പൊ ഞാൻ ഈ തമ്പുരു. ഏ? തമ്പുരു ശ്രുതി മീട്ടി. തമ്പുരു എന്നാണോ സിനിമയുടെ പേര്? അല്ല ആ പാട്ടുണ്ട്. സൂര്യഗായത്രി എന്നാണ്. മോളുടെ പേരിലുള്ള പടം സൂര്യഗായത്രി. അതിനകത്തുള്ള പാട്ട് പാട്ട്. തമ്പുരു. അതെ. ആ പാട്ട് അതാണോ പാടാൻ പോകുന്നത്? അല്ലല്ല. അല്ല. മോള് സിനിമ കാണാറുണ്ടോ? ആ. ലാസ്റ്റ് കണ്ടത്? ഗുരുവായൂർ അമ്പലനടയിൽ. അതെനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. നല്ല പടവാ. ഒത്തിരി ചിരിക്കാനുണ്ടായിരുന്നു അല്ലേ? അവരുടെ തല്ലും. മോക്ക് കോമഡിയാണോ ഇഷ്ടം അതോ ട്രാജഡിയാണോ ഇഷ്ടം? കോമഡി. അതുകൊണ്ടല്ലേ ആ പടം പോയി കണ്ടത് അല്ലേ? ആ, ടോപ്പ് സിംഗർ ഒക്കെ കാണാറുണ്ടായിരുന്നു ഇതിനു മുമ്പ്? ആ ഉണ്ട് ഉണ്ട്. അങ്ങനെ കണ്ടിരുന്ന ആ കണ്ടങ്ങിരിക്കും ജനങ്ങളെ. അത് കണ്ടില്ലെന്ന് വരുത്തുന്ന എന്താ പറയുന്നത്? മോള് കണ്ട് ഇനി അകത്തായി. അകത്തായപ്പോൾ എന്ത് തോന്നുന്നു എന്നാണ് ചോദിക്കുന്നത്. അതാണ് ചോദിക്കാൻ വന്നത്. അത് സന്തോഷം കൊണ്ട് ഇരിക്കാനും നിക്കാനൊന്നും ആ വയ്യല്ലേ? ഒരു സന്തോഷം പങ്കുവെക്കൂ. എവിടെ സ്ഥലം? തിരുവനന്തപുരം. ഓ, തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ പേരൂർക്കടാ ചേട്ടാ. അല്ലല്ല, അവിടെ അല്ല, ലുലു മാളിന്റെ അടുത്തായിട്ട്. ആ, അപ്പൊ നമ്മുടെ കഴക്കൂട്ടം കഴക്കൂട്ടം ബൈപ്പാസിലല്ലേ? ആ. നിങ്ങള് ബോഞ്ചി വെള്ളത്തിന്റെ കാര്യം ചോദിക്കേ. ബോഞ്ചി ആണോ? അങ്ങനെയാണോ പറയുന്നത് മോള്? നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് തരുന്നത്. ലൈം ജ്യൂസ്. ഇപ്പോഴൊന്നും ആ വാക്കില്ലാന്ന് തോന്നുന്നു ചേട്ടാ. അല്ല, അത് ചിലപ്പം ബോഞ്ചി എന്ന് പറയും. ചില സ്ഥലത്തൊക്കെ പറയും അല്ലേ?
ആ ഇടയ്ക്ക് കേട്ടു. ശരി മക്കളെ, ഏതാ പാടാൻ പോണേ? മാനത്തെ മഴമുകിൽ മാലകളെ. പാടിയത് സുശീലമ്മ. ഫിലിം കണ്ണപ്പനുണ്ണി. ഇയർ 1977. ലിറിക്സ് പി ഭാസ്കരൻ സാർ. മ്യൂസിക് കെ രാഘവൻ സാർ. കൊച്ചു എളുപ്പം പാടി, എളുപ്പം. വേഗം കാര്യം തീർത്തിട്ട് തിരുവനന്തപുരത്തേക്ക് പോണം. ആരാ സെലക്ട് ചെയ്ത്? ഞാൻ സെലക്ട് ചെയ്തത് പണ്ട്. അതെങ്ങനെ മോള് സെലക്ട് ചെയ്യും? എത്രയോ പഴയ പടമല്ലേ? ഞാൻ ഇത് പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ പണ്ടെന്ന് പറയുമ്പോ എത്ര വർഷം മുമ്പ്? എന്റെ 2ാം ക്ലാസ് തൊട്ട്. ഇപ്പൊ എത്രാം ക്ലാസ്സില്? ഇപ്പൊ 4th സ്റ്റാൻഡേർഡിൽ. ശരി മോളെ, ഓൾ ദി ബെസ്റ്റ്. നന്നായി Thank you. പാടൂട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാനത്തെ മഴമുകിൽ മാലകളെ ചേലൊത്ത മടപ്പീറാവുകളെ തുളുനാടൻ കളരിയിൽ പോയി വരാമോ എൻ്റെ കുറിമാനം കൊണ്ടു നീ നൽകാമോ? മാനത്തെ മഴമുകിൽ മാലകളെ ചേലൊത്ത മടപ്പീറാവുകളെ. മുല്ലപ്പൂ ബാണനെ പോൽ മെയ്യഴകുള്ളോരൻ മുല്ലപ്പൂ ബാണനെ പോൽ മെയ്യഴകുള്ളോരൻ കല്യാണമുറച്ചെറുക്കാനാവിടെയല്ലോ കണ്ടാലോ സുന്ദരൻ എൻ്റെ മാരൻ കരവാളെടുത്താലും കരളലി ഉള്ളവൻ മാനത്തെ മഴമുകിൽ മാലകളെ ചേലൊത്ത മടപ്പീറാവുകളെ. ഏഴാം കടലോടി വന്ന് വീരാളി പുടവയുമായി. ഏഴാം കടലോടി വന്ന് വീരാളി പുടവയുമായി. എന്നവൻ വരുമെന്ന് ചോദിക്കാമോ? ഭൂമെത്ത നീർത്തി ഞാൻ കാത്തിരിക്കും. മട്ടിപ്പാൽ പുകച്ചു ഞാൻ കാത്തിരിക്കും. മാനത്തെ മഴമുകിൽ മാലകളെ ചേലൊത്ത മടപ്പീറാവുകളെ തുളുനാടൻ കളരിയിൽ പോയി വരാമോ എൻ്റെ കുറിമാനം കൊണ്ടു നീ നൽകാമോ? മാനത്തെ മഴമുകിൽ മാലകളെ ചേലൊത്ത മടപ്പീറാവുകളെ. മനോഹരം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്.
സൂര്യ എന്തോ നല്ല അതിമനോഹരമായിട്ട് പാടിയിട്ട്. താങ്ക് യു. കാരണം കെ രാഘവ മാഷിന്റെ ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ. ആ താരാരാ, നാരാരേ. അതൊക്കെ ക്രിസ്പി ആയിട്ടും മനോഹരമായിട്ട് എന്നെ മോള് പാടിയായിരുന്നു. താങ്ക് യു. നല്ല ഒരു ജ്ഞാനസേ, നല്ല പാട്ടുകാരിയാണ് മോള്. ആ താങ്ക് യു. അതെനിക്ക് ഈ പാട്ട് കേട്ട ഉടനെ മനസ്സിലായി. കൈവിട്ടു പോയി ചില സ്ഥലങ്ങൾ, ആ. അത്രയേ ഉള്ളൂ. അത് ചരണത്തിലാണ് ആ. 1-2 സ്ഥലങ്ങൾ മോക്ക് കൈവിട്ടു പോയത്. അതായത് എത്താതെ വന്നു, പിന്നെ ചിലതൊക്കെ ശ്രുതിയിലൊരിത് വന്നു. ആ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നന്നായിരുന്നു മോളെ. താങ്ക് യു. നല്ല രസമായിട്ട് പാടി. അതായത് ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെ തന്നെ അധികം വെപ്രാളമൊന്നുമില്ല. പാട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ നിന്ന് അങ്ങ് പാടി. പക്ഷെ ആ Thank you. ചരണം ഒന്ന് കൃത്യമാക്കിയാൽ നന്നായിരുന്നു. ആ. ചരണം പാടി, പക്ഷെ അതിനകത്ത് 1-2 ലൈൻസും പിന്നെ എൻഡിങ്ങും ഒക്കെ ഒന്ന് പാടാം. ഏഴാം കടലോടെ വന്ന് അടുത്ത് 3, 4. വിരാളി പുടവയുമായി 7. പിന്നെ ഏഴാം കടലോടെ വന്ന് വിരാളി പുടവയുമായി. പുടവയാണ് കുറച്ച് പ്രശ്നം വന്നത്. ആ പാടിക്കോ. വിരാളി പുടവയുമായി പുടവയു ആ. എന്നവൻ 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 വരുമെന്ന് ചോദിക്കാമോ പൂമെത്ത നീർത്തി ഞാൻ കാത്തിരിക്കും മട്ടിപ്പാൽ മരിമാ. എല്ലാ ശ്രുതിയിൽ ഇങ്ങനെ നിൽക്കണം. മട്ടിപ്പാൽ മട്ടിപ്പാൽ പുകച്ചു ഞാൻ ആ. കാത്തിരിക്കും. ഓക്കെ. എന്നാലും ടോട്ടലി മോള് നല്ല രസമായിട്ട് പാടി കേട്ടോ. ഈ ഒരു സ്ഥലമാണ്, ഈ ഒരു ഏരിയ ആണ് മോക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു. താങ്ക് യു. ബ്യൂട്ടിഫുൾ. ഒരു ബുവാഞ്ചി കുടിച്ച പോലെ ഉണ്ട്. നല്ല തണുത്ത ഒരു ബുവാഞ്ചി. സൂര്യഗായത്രി എന്തോ നല്ല പാട്ട് സെലക്ഷൻ കേട്ടോ. ഫസ്റ്റ് അത് പറയണം. കാരണം ഈ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആ. പണ്ട് നമ്മള് റേഡിയോയിലും എല്ലാം ഒരു രാത്രിയിൽ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. അപ്പൊ കുറേ നമ്മൾ അതൊക്കെ ആലോചിച്ചു പോയി. അത്ര രസകരമായിട്ടുള്ളൊരു പാട്ട്. Thank പിന്നെ ഈ പാട്ടിൽ ഒരുപാട് ഈ ഒടിഞ്ഞും വളഞ്ഞും പോകുന്ന ഭയങ്കര ക്രിസ്പായിട്ട് നിർത്തേണ്ട രീതിയിലുള്ള കുറേ സംഗതികൾ അത് മോള് ഫസ്റ്റ് പല്ലവി പാടിയപ്പോഴേ മോൾക്ക് കൊച്ചത് എടുത്തോളൂ. കാര്യം അധികം വർത്താനൊന്നും പറയില്ലേലും മോള് പാട്ടിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി കേട്ടോ. താങ്ക് കാരണം യു. മടപ്പീര ആ സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം റിപ്പാ രി ആ പി റാ അതിന്റെ നടുക്ക് സ്വരങ്ങൾ കുറെ ഇല്ല. എല്ലാരും ആ നോട്ട് ഏതാണ് ആ വ്യത്യാസമായിട്ട് പാടും. ദാരാനി അല്ല, ദാരാനി. ഓ തരാനാന ശരിക്കും റെക്കോർഡില് അത് ചെറുതാണെങ്കിലും വിട്ടുപോകും. അതാ അതൊക്കെ നേരെ കൊച്ചതെല്ലാം കേട്ട് പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മോള് നല്ല ഭാവമായിട്ട് പാടിയിട്ടുണ്ട് താങ്ക് യു. പലയിടത്തും. എനിക്ക് തോന്നിയത് അനുപല്ലവിലെയും ചരണത്തിലെയും കുറച്ച് ശ്രുതി അവിടെ ഇവിടെ ചേരാതെ കുഴപ്പമില്ല. പക്ഷെ ആ മോള് ഇത്രയും ചെറിയൊരു കുട്ടി ആ ഒരു ഇമോഷനായിട്ട് അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു ഭാവത്തോടു കൂടി പാടിയപ്പോൾ നമുക്ക് ഇതൊക്കെ കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. കോൾഡ് ഉണ്ടോ? ചെറുതായിട്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അത് സാരില്ല, അതൊക്കെ മാറി നന്നായിട്ട് പാടും കേട്ടോ. അതെ. സുഖി ഭവ. സൂര്യഗായത്രി. ആഹാ, നല്ല പേര് കേട്ടാ. താങ്ക് യു. എന്ത് നല്ല താങ്ക് യു. പണ്ട് ഇതുപോലെ കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്നു താങ്ക് യു. അത് കേട്ട് പഠിച്ചിട്ടാ വരുന്നത്. ചീത്ത പറയുമ്പോഴും താങ്ക് യു പറയൂല. ഞാൻ കളിയാക്കുവാണോടെ. മോളുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണോടാ ഇത്? ആ ഓ, എന്ത് രസമായിട്ട് പാടി. ഇത് ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് പാട്ടിന് തന്നെ ഇംപ്രസ്ഡ് ആയിരിക്കുകയാണ്. താങ്ക് യു. ഇനിയിപ്പോ അത് ഭയങ്കര ഉത്തരവാദിത്തമായി പോയില്ലേ? എല്ലാ പാട്ടിനും ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റുമോ? പറ്റും. ആ മിടുക്കി. അയ്യോ, അങ്ങനെ ഒരു ഉത്തരം കിട്ടി. അയ്യ, ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പാട്ട് നമ്മുടെ കയ്യിൽ ദൈവം ടാലന്റ് തന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരും, പ്രസന്റ് ചെയ്യും. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. ചോദ്യത്തിന് കുറച്ചുകൂടെ മറുപടി നല്ല പ്രസന്റ് ആയിട്ട് ഉത്തരം പറയണം. പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കണം.
അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അങ്ങനില്ല. അങ്ങനൊന്നുമില്ല, ഇങ്ങനൊന്നുമില്ല, പിന്നെ എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. പിന്നെ ചില പിള്ളേരെ അങ്ങനെയല്ലേ, ഓരോരുത്തരുടെ പ്രകൃതി പിന്നെ, പിന്നെ, പിന്നെ. അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, റിമിക്ക് വേണ്ടി ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. നമുക്ക് പറയാൻ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. മീനൂട്ടിക്ക് ചിലപ്പോൾ പറയാൻ പറ്റും, അശ്വതിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഒരു ക്രോ, ഒരു തത്തം, ഒരു ഒരു ക്രോ, ഒരു ക്രോ, ഓക്കെ, ഒരു എലിഫന്റ്, ഒരു ഗോട്ട്, ഒരു കാക്കയും ആടും. ഇത് മൂന്നും കൂടെ ചേർത്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പേര് കിട്ടും, ഒരു സ്ഥലപ്പേര് കിട്ടും. ഒരു എലിഫന്റും ഒരു ഒരു ഗോട്ടും ഒരു ക്രോയും. മോളെ ഉഷാറാക്കിയോ, കമ്മോ എന്നെ കൂടെ ഹെൽപ്പ് ചെയ്യേ. എന്നാ ഞാനൊരു വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ. കുടിക്കുന്ന ഒരു സ്ഥലം, കുടിക്കുന്ന ഒരു ഇത് നമുക്ക് നല്ല ശക്തി കിട്ടും, പിള്ളേരൊക്കെ ഹൈറ്റ് വെക്കാനും. ഇനി അത് മാത്രം കുടിച്ചാലും നമുക്ക് നല്ല ആരോഗ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പരസ്യത്തിലൊക്കെ കാണാം. ആ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ആരും പറയരുത്, ആ കൊച്ചു പറയട്ടെ. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. നല്ല വെറുതെ 2 അക്ഷരമേ ഉള്ളൂ, പക്ഷെ അത് കുടിച്ചാൽ നമുക്ക് നല്ല ശക്തി കിട്ടും, നമ്മൾ പൊക്കം വെക്കും. അത് കുടിക്കണം, കുട്ടികൾ കുടിക്കണം. എല്ലുകൾക്ക് നല്ലതാണ്, ബോൺസ് നല്ലതാണ്. ഏത് പ്രായത്തിലും അത് കുടിക്കണം. രാത്രി കിടക്കുമ്പോൾ നല്ല ഉറക്കം കിട്ടും. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഒരു സ്ഥലമാണ്. 2 അക്ഷരമേ ഉള്ളൂ. അങ്ങനെ ഒരു മൃഗമാണ് തരുന്നത്, അത് ഒരു മൃഗമാണ് തരുന്നത്. ആ മൃഗത്തിൽ നിന്ന് നമ്മളിങ്ങനെ വലിയ ചൂറ്റിയെടുക്കും. അടുത്ത് വരുന്നുണ്ട്. വരൂ, കമോൺ. പാല് വരെ വന്നു. ഇനി ഒരു നീട്ടിക്കോ. പാല നിട്ടന്റെ ചന്ദ്രക്കല കട്ടിയേ, ചന്ദ്രക്കല കട്ടിട്ട് കോമിട്. സഹിക്കാൻ പറ്റാതെ പാലിന്റെ ചന്ദ്രക്കല കട്ട് ചെയ്തോ. എന്നിട്ട് അവിടെ കോമയിട്. കോമയല്ല, ദീർഘം. കിണഞ്ഞ് ശ്രമിച്ചു. അപ്പൊ അടുത്ത തവണ വരുമ്പോ ഇനി സംസാരിക്കണം, കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം, വിശേഷങ്ങളൊക്കെ പറയണം. ഓക്കെ, സോ നൗ വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. താങ്ക് യു. ആടി ഒരു സൂര്യപ്പൂ കിട്ടി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റ. ടാറ്റ. കോഴിക്കോട്ടിൽ നിന്നും ഒരു കൊച്ചു കുറുമ്പൻ വരുന്നുണ്ട്. പറയട്ടെ ആരാന്ന്? പറയോ. ആരിനെത്തുന്നു? അന്നെന്താ പറഞ്ഞല്ലോ, കിട്ടിയില്ലെങ്കിൽ ഞാൻ പോവും എന്ന് പറഞ്ഞല്ലോ. ഞാൻ പോവും. പിന്നെന്താ വന്നേ? ഞാൻ സെലക്ടഡ് ആയില്ലേ? ഇല്ല, ഇവിടെ ബുക്കിലില്ല. ഇല്ലല്ലോ, ഞങ്ങള് ബുക്കില് കണ്ടില്ലല്ലോ മോനെ സെലക്ട് ആയി. ശ്രദ്ധിച്ചു നോക്കാം. ഞങ്ങള് ശ്രദ്ധിച്ചു നോക്കി. ആര്യൻ അല്ലേ? ഇല്ല. ഹലോ, ആരാ? ആര്യൻ. ഞാൻ ആരാന്ന് ചോദിച്ചേ. ആന്റിയോ? ചക്കരെ, ഐ ലവ് യു. ഐ ലവ് യു ടു. സെലക്ട് ആയോ? എനിക്ക് അതറിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ ഇരിക്കാൻ. സെലക്ട് ആയതാ. എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾ ഒന്നോടെ കാരണം ഞങ്ങള് പിന്നെ റിസർച്ച് ചെയ്തപ്പോ കൊറേ പല്ലില്ല എന്ന് ആരോ എഴുതി വെച്ചിരിക്കുന്നു. കൊറേ അലുവ വന്നിട്ടില്ലേ, എന്റെ പല്ലൊക്കെ പോയി. അല്ല, അതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നേ. പുഴുപ്പല്ലനാണെന്ന്. പുഴുപ്പല്ലൊക്കെ പോയിട്ടോ. പോയോ? പല്ലേ ഇല്ല, പല്ല് വരുന്നുണ്ട്. പക്ഷെ പല്ലില്ലാത്തവർക്ക് പാടാമോ ഇവിടെ? അതാണ് ചെറിയൊരു പല്ലിന്റെ ഇടയിൽ കൂടെ വരും. കാറ്റ് വരട്ടെ. കാറ്റ് വരുന്ന പ്രശ്നത്തിൽ പാടാൻ പാടില്ല എന്നൊരു നിയമം വന്നു. നമുക്ക് അവിടെ അടച്ചു വെച്ചാലോടാ വല്ലതും തേച്ച്. ഇപ്പൊ പാടാൻ സമ്മതിക്കണോ? മീനൂട്ടി പറഞ്ഞാ ഞങ്ങള് ഓക്കെ. അഞ്ചങ്ങളിലെ എന്നാലത്തെ മന്ത്രല്ലേ, ആ ചൊല്ലിയോണ്ട് എന്റെ ഒരു പല്ല് പോയി. അതങ്ങനെ പോവും. ഓറഞ്ചിൽ വെച്ച് കൊടുക്കുന്ന ഒരു മന്ത്രത്തിന്റെ തുടക്കം അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഒരു പല്ലും കൂടെ അങ്ങ് പോയി, ക്ലീൻ ആയി. ഇപ്പോഴും മൊത്തം ഫ്രീ ആയില്ലേ അവിടെ? ശരി, ഇപ്പൊ ഏത് പാട്ടാ പാടുന്നേ? കരിമുകിൽ കാട്ടിലെ. ഏത് സിനിമയായത്? കള്ളിച്ചെല്ലമ്മ. പഠിച്ചോ നന്നായിട്ട്? ഓ, പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി ഇനിയെന്നു കാണും നമ്മൾ തിരമാല മെല്ലെ ചൊല്ലി ഇനിയെന്നു കാണും നമ്മൾ തിരമാല മെല്ലെ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങിടുന്നു ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങിടുന്നു കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയുന്ന രാക്കിളിയേ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ കരയുന്ന രാക്കിളിയേ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ മധുമാസ ചന്ദ്രലേഖ മടങ്ങുന്നു പള്ളി തേരിൽ കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയിൽ നീ മാത്രമായി മക്കളെ നീ അസാധ്യമായിട്ട് പാടി. നീ ഒരു വലിയ ജ്ഞാനസ്ഥനാണ്. പറയാൻ പറ്റത്തില്ല ചില സ്ഥലത്തുള്ള ഫീല്, എക്സ്പ്രഷൻ, അതുപോലെ തന്നെ ഡൈനാമിക്സ് എല്ലാം. ആഹാ, ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട്. ഈ എത്ര വയസ്സായി മോന്? 2 അയ്യേ ഏ രണ്ട് പഠിക്കണം 7 വയസ്സ് ഞാൻ ഞെട്ടിപ്പോയി മോനെ. 7 വയസ്സ് 7 വയസ്സിലെ ഈ പാട്ട്. ആ ഏറ്റവും ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയെന്ന് കാണുന്ന തിരമാല മെല്ലെ ചൊല്ലി. അവിടെ ആ മേളിലത്തെ പോർഷൻ ചെറുതായിട്ട് കിട്ടുന്നില്ല. അത് ഇഗ്നോർ ചെയ്യാം. നമ്മുടെ മോൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അത് ഞങ്ങൾ അങ്ങ് മറന്നു. ബാക്കി കേൾക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ നിന്ന് അങ്ങോട്ട് കത്തിക്കുന്ന പോലെ ഒരു ഇത് തോന്നി. ശോഭന പരമേശ്വരൻ സാറ് പറഞ്ഞിട്ട്, ചിലർക്കറിയാം സാറിനെ, കാരണം പഴയ പ്രൊഡ്യൂസറാണ്, തൃശ്ശൂരുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ കള്ളിച്ചെല്ലമ്മയിൽ പാടാൻ വേണ്ടി എൻ്റെ ചേട്ടന് മദ്രാസിൽ പോകുന്നത്. പോയപ്പോഴത്തേക്ക് ചേട്ടന് ഈ കമ്പോസിംഗ് ഒക്കെ നടന്ന സമയത്ത് ചേട്ടൻ വിചാരിച്ചു ഈ കരിമുകിൽ കാട്ടിലെ ചേട്ടന് കിട്ടും എന്ന് വിചാരിച്ചു. പക്ഷെ കിട്ടിയില്ല. ചേട്ടന് കിട്ടിയത് മറ്റേ ഉണ്ണിഗണപതിയേ വന്നു വരം തരണേ വെള്ളായണിയിൽ വാഴും അമ്മ ഭഗവതിയേ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടാണ് ചേട്ടന് കിട്ടിയത്. അത് അടൂർഭാസി സാറാണ് ഈ വലിയ വയറൊക്കെ വെച്ചുകൊണ്ട് ഗണപതിയുടെ ഇതിൻ്റെ ഈ രൂപത്തിൽ സ്റ്റേജിൽ കളിക്കുന്നത്. ആ സിനിമയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കള്ളിച്ചെല്ലമ്മ. ഓ, എന്തൊരു ഡെപ്താണ് ആ സിനിമയ്ക്ക്. ഇത് ചേട്ടൻ അസാധ്യമായിട്ട് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം,
ഇതിന്റെ റെക്കോർഡിംഗ് വേളയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു മദ്രാസിൽ. ഈ ഒരു പർട്ടിക്കുലർ ഫ്ലൂട്ടിന്റെ ഒരു കൗണ്ടർ കേട്ടപ്പോഴത്തേക്ക് പാട്ടിന്റെ കൂടെ എന്താന്ന് എനിക്കറിഞ്ഞൂടാ, ഈ ഇരുന്ന സീറ്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ പൊങ്ങിപ്പോയി. മോനൊന്ന് പാടിക്കാ പോർഷൻ. കരയുന്ന ഫ്ലൂട്ടും ഇത് രണ്ടും കൂടെ ചേർന്ന് വന്നപ്പോ ഉണ്ടല്ലോ മോനെ. ഓക്കെ അത് ഈ ഫ്ലൂട്ടും മോന്റെ വോയിസും കൂടെ ചേർന്ന് വരുന്ന ഒരു പോർഷൻ ഉണ്ട്. അതും കൂടെ ആകുമ്പോ സത്യം പറഞ്ഞാൽ പോര് തിരിച്ചു പോയിട്ട് രോഞ്ചാമ ഉണ്ടായിപ്പോയി. മഞ്ചോരം. ഞങ്ങൾ ഒരിക്കലും മോന്റെ ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം ആദ്യമായിട്ട് മോൻ ഇവിടെ വന്നൊന്ന് പാടുകയാണ്. മോന്റെ ടോപ്പ് സിംഗർ സീസൺ 5 ആദ്യത്തെ പാട്ടാണ്. ഇനി എത്രയോ 40-50 പാട്ട് പാടാൻ കിടക്കുന്നു. എങ്കിൽ 100 നാക്ക് പൊന്നാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. ഗോഡ് ബ്ലെസ് യു. ചക്കരക്കുട്ടാ, ആര്യക്കുട്ടാ, വളരെ രസകരമായിട്ട് പാടി. മേലെയൊക്കെ കുറച്ച് പിച്ച് കൂടുതലാണെങ്കിലും മോനത് നല്ല അതെ നന്നായിട്ട് പാടി. വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് താഴ്ത്താമായിരുന്നു, പക്ഷെ മോനത് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. അതുപോലെ ഒരു 3rd ലൈൻ ആണെന്നു ഒരു നല്ല ആ കീഴെ വരുമ്പോഴത്തേക്കും സൂപ്പറായിട്ട് അത് ഭാവം കൊടുത്തു പാടി. കുഞ്ഞിനൊക്കെ എങ്ങനെയാണത് കിട്ടിയത്? ആന്റിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക ഈ ഒരു മോഹനൻ രാഗം എന്നുകൊണ്ട് ഒരു 2 വരി ഒരു പാട്ട് പാടാൻ എനിക്ക് തോന്നുന്നു. ആ ഗീതം സംഗീതം നീതാനേൻ കാതൽ വേദം, ഗീതം സംഗീതം നീതാനേൻ കാതൽ വേദം, പാദം ഉന്തൻ പാദം എന്നോട് വന്നാലേ പോതും எப்போதும் கீதம் സംഗീതം നീതാനേൻ കാതൽ വേദം. ഇളയരാജ സാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷനാണ്. നവരസങ്ങളും വിരിയിക്കാൻ കഴിവുള്ള ഒരു രാഗങ്ങളിലെ ഒരു രാഗമാണ് മോഹൻ. രാജാവാണ് മോഹൻ. അതെ. നിന്നു കോരേ വർണ്ണം വർണ്ണം ഇസക്കിട എന്നെ തേടി വരണം വരണം ഒരു കിളി തനിത്തിരിക്ക ഉനക്കെന്ന தவம் இருக்க இருவிழி சிவந்திருக்க இதழ் மட்டும் வெளுத்திருக்க அழகி அழகு வரலே அனுதினவு நின்னு கோரே വർണ്ണം വർണ്ണം ഇസത്തിട എന്നെ തേടി വരണം വരണം. ഇനി ഒരു മോഹനമുണ്ടോ? കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം ഒഴിയും കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം ഒഴിയും. ചക്കരെ വേറെ ഒന്നും പറയാനില്ല. ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ. നീ പോലും അറിയുന്നില്ല നിന്നുള്ളിൽ എന്തൊക്കെയാ ദൈവം തന്നേക്കുന്നതെന്ന്. അതാണ് സത്യം. പല്ല് മാത്രമില്ല, ബാക്കിയെല്ലാം. പല്ല് വേണ്ട. ആരും എന്തിനു വന്ന് അടിച്ച് പല്ല് തെറിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഓൾറെഡി ഇല്ലല്ലോ നമുക്ക്. അടിച്ച് തെറിപ്പിച്ചാ ഞാൻ അങ്ങോട്ട് മാത്രമല്ല അവനെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പിടിച്ചു അല്ലേ എന്ത് ചെയ്യും? ഞാൻ തിരിച്ച് കുമ്പയ്ക്കാണ്. ഇത്രയും മനോഹരമായിട്ട് പാടിയിട്ട് റിമി പറഞ്ഞെന്താന്നറിയോ? ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, മനസ്സിൽ പാതി പകുത്തു തരൂ, പകുത്തു തരൂ മാൻകിടാവേ എന്ന് പാടി. അപ്പൊ എനിക്കിപ്പോ ചെറിയൊരു സംശയം, റിമി ആര്യക്കുട്ടനെ പ്രേമിക്കുന്നുണ്ടോ എന്നൊരു സംശയം.
നിനക്ക് ഓക്കെ അവന് ആണെങ്കിൽ ഇപ്പൊ ഓക്കെ പറ. ആവോന്നും വേണ്ട, ഞാൻ അവനെ പ്രേമിക്കും. എന്റെ മോനാണ്. അല്ല തിരിച്ച് അതൊന്നും എനിക്കറിയണ്ട, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. ആ തിരിച്ചിഷ്ടമാണോ? ചേച്ചി എന്തൊരു സ്നേഹമായിട്ട് പറയണേ. തിരിച്ചിഷ്ടമാണോ? ഇല്ല അല്ല, എന്റെ മോനാണെന്നാണ് പറഞ്ഞത്. പറഞ്ഞേരെ തിരിച്ച്. സങ്കടമായി ഐ പോയിട്ട്. ലവ് യു. I love you. അത് ഉള്ളിന്ന് വന്നിട്ടില്ല. ഒരു ഉള്ളിയും കൂടെ കൈ പിടിച്ച് പറയും. ഐ ലവ് യു. പോരെ, കുറച്ചുകൂടെ എക്സ്പ്രഷൻ വേണം. ഐ ലവ് യു റിമി ടോമി. താങ്ക് യു. വെൽക്കം. ഉമ്മ. മക്കളെ, ആ so we are giving you 98 out of 100. മോൻ എന്ത് പൂക്കുറ്റിയാ വേണ്ടത്? ഏത് പൂക്കുറ്റിയാലും മോന്റെ മനസ്സിൽ ഏത് പൂക്കുറ്റി വേണം? മോഹന. അടി ഒരു മോഹന പൂക്കുറ്റി. ദൈവമേ, ഈ സീസൺ 5 എന്തൊരാകുമോ എന്തോ. എന്നാ പോവല്ലേ, എന്തെങ്കിലും ഉണ്ടോ ഇനി? ഇല്ല, ടാറ്റാ. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിന്തിരി മാറത്ത് പടരാൻ മോഹം നീ പട്ടുടുത്തു പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിന്തിരി മാറത്ത് പടരാൻ മോഹം ണയ്ക്കുവാൻ ദാഹം മരനായി നീ വരും നിറമാ കൈകളിൽ പച്ചകുത്തുപോലെ ചേർന്നുറങ്ങണം നീ കൊലരുകോരി എന്നെ നുണർത്തി വെച്ചതെന്തിനെന്റെ മച്ചാനെ പൊന്നു മച്ചാനെ നിന്തിരി മാറത്ത് പടരാൻ മോഹം കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ പോവാ വന്നെങ്കിൽ പൂമാല പോലെ ഞാൻ പുണരും മുല്ലയും പിച്ചയും ചൂടി നീ നിന്നെങ്കിൽ
പൂമണം പോലെ നിന്നെ മൂടും നീ പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൽ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിന്റെ മാറത്ത് പടരാൻ മോഹം നീ പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൽ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിന്റെ മാറത്ത് പടരാൻ മോഹം
തളിർത്തു ചിങ്ങം പെണ്ണിന്മേലെ പൊന്നൊഴി വീശി മണ്ണിൽ പൂത്തു തളിർത്തു ചിങ്ങം അത്തച്ചമയം കോട്ടായി വന്നു പൂത്തുമ്പികളെ ആടിപ്പാടാ പൂത്തുമ്പികളെ ആടിപ്പാടാ പൂവേ 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 ഉന്മാദം തിരയുയർത്തി ആമോദം കളമുണർത്തി ഉന്മാദം തിരയുയർത്തി ആമോദം കളമുണർത്തി കഥകളിയിൽ അനകലയലാസ്യം പദകമലമിളകി അഭിരാമം ഭരത നടന ജതിയിൽ അഴകിൻ സാന്ദ്രഭാവചലനം ചലനം ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി പടയണിയും തെൻപഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയ ലഹരിയിൽ അടിമുടിയുലയുകയായി പ്രകൃതി തൊഴുതുണരും ഇവിടെയൊരുമയുടെ രാഗഭാവലയനം ലയനം ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ടോപ്പ് സിംഗറിന്റെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 7 മണി മുതലാണ്. എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പുതിയ പുതിയ കുട്ടിക്കുറുമ്പുകളെയൊക്കെ പരിചയപ്പെടാനും അവരുടെ മനോഹരമായിട്ടുള്ള പാട്ടുകളും പെർഫോമൻസും ഒക്കെ കാണാനായിട്ട് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 5ന്റെ പുതിയൊരു എപ്പിസോഡിനായിട്ട് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുക. നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.